കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും സംബന്ധിച്ചതായ പഠനമാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് 9ാമത്തെ പാഠം, പ്രാപഞ്ചിക പോരാട്ടം എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഒപ്പം നിങ്ങളേവരെയും ഇന്നത്തെ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ ബിനോയ് ഇന്ന് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. വളരെ നന്ദി പാസ്റ്റർ. പാസ്റ്റർ ഡോണി ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചത്തെ പാഠപഠനത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക പോരാട്ടമുണ്ട് എന്നുള്ളത് വേദപുസ്തകത്തിൽ എവിടെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 2, ഈ പ്രാപഞ്ചിക പോരാട്ടം അതിൻ്റെ വേദപുസ്തക പ്രകാരം അതിൻ്റെ സ്വഭാവം എന്ത് എന്നുള്ളതാണ്. ഈ 2 പ്രധാനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ പ്രധാന പാഠ്യ പദ്ധതി. ഈ പാഠം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ അന്ത്യകാലത്ത് ജീവിക്കുന്നതായ നമുക്ക് വളരെ ആനുകാലികമായ ഒരു ഭാഗമാണ്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യമാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. പാസ്റ്റർ ബിനോയ്, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നതായ സമയത്ത് കളകളുടെ ഒരു ഉപമ പറയുകയുണ്ടായി. ഈ കളകളുടെ ഉപമ നാം മനസ്സിലാക്കുമ്പോൾ ഈ പ്രാപഞ്ചിക പോരാട്ടം മനസ്സിലാക്കുവാൻ നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് പോകുന്നത് വളരെ നല്ലതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കുകയാണ്. വിത്ത് വിതച്ചിട്ട് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു, അവിടെ ഉപയോഗിക്കുന്ന പദം ശത്രു, വന്നിട്ട് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു എന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ജോലിക്കാരെ ഒന്ന് നോക്കുമ്പോൾ നല്ല വിത്താണ് വിതച്ചത്, അതിൻ്റെ ഇടയിൽ കളയും ഒപ്പം വളർന്നു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ദാസന്മാർ ചോദിക്കുന്നു, ഞങ്ങൾ ഈ കള വെട്ടി കളയട്ടെ കൂട്ടട്ടെ എന്ന് ചോദിക്കുന്നു നശിപ്പിക്കാനായിട്ട്. അപ്പോൾ യജമാനൻ പറയുന്നു, വേണ്ട, ഇത് രണ്ടും ഒരുമിച്ച് വളരട്ടെ, കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ അതിനെ വെട്ടിക്കളയാം എന്ന് പറയുന്നു. പക്ഷേ ഒരു ചോദ്യം കൂടെ ഉണ്ട്, ഇതാരാണ് ഈ നല്ല വിത്തിൻ്റെ ഇടയിൽ ഇത് കള വിതച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കളപ്പുരയിൽ കൂട്ടിവെക്കാൻ കഴിയില്ല. അപ്പോൾ 37-ാമത്തെ വാക്യം അതിൻ്റെ അർത്ഥം നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നല്ലതായിട്ട് കണ്ടു. ദൈവം ചീത്തയായിട്ട് ഒന്നും സൃഷ്ടിച്ചില്ല. എന്നാൽ വയൽ എന്ന് പറയുന്നത് ലോകമാണ്. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ്. കള ദുഷ്ടൻ്റെ പുത്രന്മാരാണ്. കള ദുഷ്ടൻ അല്ലെങ്കിൽ സാത്താനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൊയ്ത്ത് ലോകാവസാനമാണ്. കൊയ്യുന്നത് ദൂതന്മാരാണ്. കളയെ കെട്ടി അതിനെ എന്നേക്കുമായി നശിപ്പിച്ച് കളയുന്നു എന്നുള്ളതാണ്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് നീതിമാന്മാർ തങ്ങളുടെ രാജ്യത്തിൻ്റെ സൂര്യനെ പോലെ പ്രകാശിക്കും എന്ന് പറയുന്നു. വിത്തിനെ സൂക്ഷിച്ചു വെക്കുകയും കളയെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിൻ്റെ തിന്മയുടെ കാരണം ദൈവം നല്ലത് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. തിന്മ ഉണ്ടാകാനുള്ള ശത്രു വിതച്ചിട്ടാണ്. ശത്രുവാണ് തിന്മ ഇവിടെ വിതച്ചത്. ദൈവം അതിന് അവസാനം കൊടുക്കും. ഒരു പക്ഷേ ഇന്ന് ഈ നല്ലതും നന്മയും തിന്മയും ഇന്ന് ഒരുമിച്ച് പോകാനായി അനുവദിക്കപ്പെട്ടിരിക്കുന്നു. സമയമാകുമ്പോൾ അതിനെ നശിപ്പിക്കുമെന്നുള്ളതാണ് എൻ്റെ ആശയം. പാസ്റ്റർ, ഈ ശിഷ്യന്മാരോട് കർത്താവ് യേശുക്രിസ്തു ഈ ഉപമ പഠിപ്പിച്ചപ്പോൾ കർത്താവ് യേശുക്രിസ്തു തന്നെ അവരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയുണ്ടായി, കള ഇപ്പോൾ പറിച്ച് കളയാൻ പാടില്ല. ഈ ഗോതമ്പിൻ്റെ ഇടയിൽ നിന്ന് കള പറിച്ച് കളഞ്ഞാൽ ഒരു പക്ഷേ ഈ നല്ല ഗോതമ്പും കൂടെ ആ കളയുടെ കൂട്ടത്ത് പോകേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് രണ്ടും ഒരുമിച്ച് വളരട്ടെ, പറിച്ച് കളയണ്ട എന്ന് പറയാനുള്ളതായി കാരണം? ആ ഉപമയിലൂടെ ദൈവം യഥാർത്ഥത്തിൽ ലോകാവസാനത്തിൽ സംഭവിക്കുന്ന കാര്യം, ലോകാവസാനത്തിന് മുമ്പ് അതുവരെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ളതായ ഒരു സാദൃശ്യം നമുക്ക് നൽകുകയാണ്.
അപ്പോൾ ഗോതമ്പിൻ്റെ കൂടെ, നല്ല ഗോതമ്പ് വളർന്നതിൻ്റെ കൂടെ കളയും വളർന്നിട്ടുണ്ട്. കള പറിക്കുമ്പോൾ നല്ല ഗോതമ്പ് അതിൻ്റെ കൂടെ പോകാം. അതുകൊണ്ട് ദൈവം പറയുകയാണ് ഒന്നിച്ചങ്ങ് വളരട്ടെ, അവസാനത്തിൽ രണ്ടിനെയും വേർതിരിക്കാം. ഇത് കൊയ്ത്ത് സമയത്ത് വേർതിരിക്കാൻ പ്രയാസമില്ല. അപ്പോൾ കളയായിട്ടും നല്ലതായിട്ടും മാറും. രണ്ടും കൂടെ ഇടകലർന്ന് നഷ്ടപ്പെടുകയില്ല. അതാണ് ആ ഉപമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യായവിധിയെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ നമ്മൾ മാനുഷികമായി ചിലപ്പോൾ ചിലരെ നമ്മൾ നീതിമാനെന്ന് പ്രഖ്യാപിക്കും, ചിലരെ ദുഷ്ടനെന്ന് പ്രഖ്യാപിക്കും. നമ്മൾ പുറമേ നോക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ദൈവം പക്ഷേ ഉള്ളിലുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫലത്താലാണ് അതിനെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആ ഫലം പുറപ്പെടുവിക്കുന്നത് വരെ അങ്ങനെ നിന്നോട്ടെ, അറിയാൻ പറ്റത്തില്ല. ഈ ഇപ്പോൾ കളയെന്ന് പറയുന്നത് ഈ ആ ഉപമയിൽ ശരിക്കും നമുക്ക് കള കണ്ടറിയാം. പക്ഷേ മനുഷ്യരായിട്ട് ഉപമിക്കുമ്പോൾ നമ്മുടെ നോട്ടത്തിലുള്ള കള ചിലപ്പോൾ കളയാവണമെന്നില്ല, അത് മാറി വന്നേക്കാം. അത് ഫലം കൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴേ നമ്മൾ പറിച്ചു കളഞ്ഞാൽ അവന് മാനസാന്തരപ്പെടുവാനുള്ള അവസരത്തെ നമ്മൾ നിഷേധിക്കലാവും. അപ്പോൾ അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് ദൈവം രണ്ടും വളരട്ടെ, അവസാനത്തിൽ നോക്കാം എന്ന് പറയുന്നത്. സിസ്റ്റർ വൈറ്റ് ഈ ക്രിസ്തുവിൻ്റെ ഉപമകൾ എന്ന് പറയുന്നതായ പുസ്തകത്തിൽ ഈ കളയെക്കുറിച്ച് എഴുതുമ്പോൾ അവിടെ പറയുന്നത് ഈ ഗോതമ്പും കളയും വളർന്നു വരുന്നതായ സമയത്ത് അത് രണ്ടും ഒരുപോലെയാണ് വരുന്നത്. മാത്രമല്ല അതിൻ്റെ ബ്ലേഡ്, അതിൻ്റെ ഈ ഇലകൾ വരുമ്പോൾ കള ഏത് ഗോതമ്പിൻ്റെ ഇല ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം സമാനമായിരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഫലം പുറപ്പെടുവിക്കുമ്പോൾ മാത്രമാണ് ഗോതമ്പ് ഏത് കള ഏത് എന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നത്. പലപ്പോഴും ഈ ഗോതമ്പ് കായ്ക്കുന്ന സമയത്തും പിന്നും ഒരു കർഷകന് ആശങ്കയുണ്ടാകാം. ചിലപ്പോൾ മറ്റ് കള പോലെ നിൽക്കുന്നതും ഗോതമ്പിൻ്റെ തൈകളായിരിക്കാം, അതും കാലം ചെല്ലുമ്പോൾ ഫലം കായ്ക്കും എന്നതായ ഒരു ചിന്ത. തീർച്ചയായിട്ടും സ്നേഹവാനായ ഒരു ദൈവത്തിൻ്റെ കരുതലാണ് നമുക്ക് ഈ ഉപമയിലൂടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു തരുന്നത്. പാസ്റ്റർ ബിനോയ്, ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് പൂർണ്ണതയുള്ളതായ ഒരു ലോകമായിട്ടാണ്. ഈ കള അഥവാ തിന്മ വിതച്ചത് ആരാണ്? ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നല്ലതായിട്ട് മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. തിന്മയുടെ ഒരു ലക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉപമയിൽ പറയുന്നത് ശത്രു മനുഷ്യൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ശത്രു ഈ കള കൊണ്ട് വിതച്ചതെന്നാണ്. സാത്താനാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങും. പ്രിയ പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നാം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. ഒരു ബ്രേക്ക് വന്നത്. പാസ്റ്റർ തുടർന്നാട്ടെ. നന്മയും തിന്മയെക്കുറിച്ചുള്ള ദൈവം തിന്മയായതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ എന്ത് വിശ്വസിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട തർക്കം. വൻ വിവാദത്തിൻ്റെ പ്രപഞ്ച പോരാട്ടത്തിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണുള്ളത്. ഇനി നമുക്ക് ഒരാളെ സ്നേഹിക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ പരിചയപ്പെടുകയും അയാളെ എത്രമാത്രം ആശ്രയിക്കാം, വിശ്വസിക്കാം എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് അയാളെ സ്നേഹിക്കാൻ തോന്നുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ നന്നായിട്ട് അറിയണം എന്നുള്ളതാണ്. പാസ്റ്റർ ഡോണി, തിന്മ ലോകത്തിൽ വന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ തിന്മ എപ്രകാരമാണ് വന്നത് എന്ന് സൃഷ്ടിപ്പിൻ ചരിത്രത്തിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ എങ്ങനെയാണ് വിവരിക്കുന്നത്? നമ്മൾ അവിടുത്തെ സംഭവം നമുക്ക് പരിചയമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ 4-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ 4-ാമത്തെ വാക്യത്തിലൊരു പ്രസക്തിയുണ്ട്. അതെന്താണ് പറയുന്നത്? പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കള്ളം പറയുന്നുണ്ട്. ഒന്നുകിൽ ദൈവം കള്ളം പറയുന്നു, അല്ലെങ്കിൽ പിശാച് കള്ളം പറയുന്നു. ആരോ ഒരാൾ കള്ളം പറയുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? കള്ളത്തെ വിശ്വസിക്കുന്നു. ദൈവം പറഞ്ഞത് തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. പിശാച് പറയുന്നു മരിക്കയില്ല നിശ്ചയം. ഏതാണ് കള്ളം എന്നുള്ളത് അവർ തിരിച്ചറിയണമായിരുന്നു. ഇതിൽ രണ്ടിലേതോ ഒന്ന് കള്ളമാണ്. അപ്പോൾ അതിൽ ആരാണ് കള്ളം പറയുന്നത്, കള്ളം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ കള്ളം വിശ്വസിക്കാതിരുന്നിരുന്നെങ്കിൽ ഭൂമിയിൽ ഈ വരില്ലായിരുന്നു. പാസ്റ്റർ ബിനോയ്, തിന്മ ഭൂമിയിൽ വന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ തിന്മ വന്നതിന് ശേഷം
ദൈവം മനുഷ്യരോട് ഒരു വാഗ്ദത്തം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നാം മനപ്പാഠവാക്യമായിട്ട് വായിച്ച ഭാഗമാണ്. ഈ വാഗ്ദത്തത്തിൽ ഇന്ന് നാം വിശ്വസിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്നുള്ളതാണ് വാക്യഭാഗം. ഇത് യഥാർത്ഥത്തിൽ സുവിശേഷമാണ്, യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെ പ്രോട്ടോ ഇവാഞ്ചലിസം എന്നും പറയാറുണ്ട്. ഒരു പക്ഷേ വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് സുവിശേഷം കാണുന്നത് ഇതാണ്. പാമ്പിനോടാണ് പറയുന്നത്, ഞാൻ നിനക്കും സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തു തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. പിശാചിനെ കർത്താവ് തകർക്കും, പക്ഷേ നീ കർത്താവിനെ തകർക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. രക്ഷ ഇവിടെയാണ് കാണുന്നത്, മിശിഹയെ ഇവിടെയാണ് കാണുന്നത്. പാസ്റ്റർ ഡോണി, ഈ തിന്മ ഭൂമിയിൽ വന്നതിനെക്കുറിച്ചാണ് ഈ ഉൽപ്പത്തി പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിൽ വന്നതായ തിന്മ അതെങ്ങനെയാണ് ഉത്ഭവിച്ചത്, എവിടെ നിന്ന് വന്നു, അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്താണ്? ഓക്കെ, നമുക്ക് യെശയ്യാപ്രവചന പുസ്തകം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യം 12 മുതൽ 14 വരെ വായിച്ചാൽ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പോൾ ലൂസിഫർ സ്വർഗത്തിലുണ്ടായിരുന്ന ഒരു ദൂതനാണ്, മറയ്ക്കുന്ന കെരൂബായിട്ട് അവനെ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ എന്തു വന്നു? ഇപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ അധികാരമെല്ലാം അവന് വേണം. ദൈവത്തെപ്പോലെ ആകുന്നതിൽ കുഴപ്പമില്ല, ദൈവത്തെപ്പോലെ സ്വഭാവത്തിലാകുന്നതിൽ. ദൈവത്തിൻ്റെ സ്വഭാവത്തിലാവാനല്ല അവൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിനുള്ള അധികാരം അവന് വേണം, സ്വഭാവം വേണ്ടതാനും. ഈ ചിന്താഗതി എന്തു ചെയ്തു? വേറെ പറഞ്ഞാൽ അവനിൽ അഹങ്കാരം അവനിലുണ്ടായി. ദൈവത്തെക്കാളിലും മുകളിൽ അവന് കയറണമെന്നുള്ളതായ ആ ചിന്താഗതി എന്തു ചെയ്തു? അവൻ്റെ മനസ്സിലുണ്ടാവുകയും അവനത് അവിടെയുള്ള ദൂതന്മാരെടുത്ത് വേറെ പല രീതിയിൽ ഇങ്ങനെ തന്നെ ചെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അവനത് എല്ലാവർക്കും ഉണ്ടല്ലോ, അവരവരെ കൺവിൻസ് ചെയ്യുന്ന വിധത്തിലുള്ള സംസാരങ്ങൾ അവനും അത് ചെയ്തു. നമ്മൾ വേറെ ഭാഗത്ത് വായിക്കുമ്പോൾ അവിടെ വ്യാപാരം ചെയ്തു എന്നാണ്, അവൻ കള്ളം വ്യാപാരം ചെയ്തു. അങ്ങനെ വ്യാപാരം ചെയ്തതാണ് അവൻ്റെ ഹൃദയത്തിലുണ്ടായ ഈ അഹങ്കാരത്തിൻ്റെ, അധികാരത്തിൻ്റെ, ദൈവത്തിൻ്റെ മുകളിൽ ദൈവത്തെക്കാളും ഉന്നതനായ പാപത്തിലേക്ക് ഉണ്ടായ ചിന്തയാണ് ഈ പാപത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ ഉറവിടം ആയിട്ട് അവിടെ കാണുന്നത്. പാസ്റ്റർ ബിനോയ്, ഈ സാത്താനെ അഥവാ മറയ്ക്കുന്ന കെരൂബായിരുന്നതായ ലൂസിഫറിനെ മനസ്സിലാക്കുവാനും അവനിൽ നിന്ന് മാറി നിൽക്കുവാനും ബൈബിൾ നൽകുന്നതായ ആഹ്വാനങ്ങൾ എന്തെല്ലാമാണ്? യഥാർത്ഥത്തിൽ അവനെക്കുറിച്ച് പറയുന്നത്, നമ്മൾ ഏതൊരു തരത്തിലും വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലാണെങ്കിൽ അവർ ബാബിലോൺ അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ ഭാഗമായിട്ട് അവളെ വിട്ടുപോരുവിൻ, തെറ്റുകളെ സഞ്ചരിപ്പിക്കുന്നു. അവരെ ഒരിക്കലും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അവനെ അപവാദി, നുണയൻ, ആരംഭം മുതലേ തെറ്റിക്കുന്ന ആൾ, ദൈവസന്നിധിയിൽ ദൈവത്തിനെയും ദൈവത്തിൻ്റെ വിശ്വസിക്കുന്നവരെയും കുറ്റം പറയുന്ന അപവാദി, ഇങ്ങനെയുള്ള അവൻ്റെ സ്വഭാവങ്ങളും തന്ത്രങ്ങളും ബൈബിൾ വിവിധ ഇടങ്ങളിൽ വളരെ നന്നായി ചിത്രീകരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ വാക്യങ്ങളെ ആസ്പദമാക്കി അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ സാധിക്കും. പാസ്റ്റർ ഡോണി, വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ ക്രിസ്തുവും സാത്താനും തമ്മിലുള്ളതായ ആ വലിയ തർക്കത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അവിടെ പറയുന്നു. അവിടെ ഈ തർക്കത്തിൻ്റെ കാരണവും അത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ശരിക്കും നമ്മൾ ആ ഭാഗം ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു സ്നാനമേറ്റതിന് ശേഷം പരീക്ഷിക്കപ്പെടുവാൻ കർത്താവ് യേശുക്രിസ്തു ആക്ച്വലി ഇസ്രായേൽ മക്കൾക്കുണ്ടായതായ മരുഭൂ യാത്രയെ നമ്മൾക്ക് വേണ്ടി രണ്ടാമത് ജീവിച്ച് കാണിക്കുന്ന ഒരു അനുഭവമാണത്. അവിടെ ദൈവം എന്ത് ചെയ്യുന്നു? സാത്താൻ കൊണ്ടുവന്ന എല്ലാ സംശയമുളവാക്കുന്നതായ ചോദ്യങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ വചനം കൊണ്ട് അതിനെ മറുപടി കൊടുത്ത് അവൻ്റെ കെണിയിൽ വീണില്ല. നമുക്കതൊരു ദൃഷ്ടാന്തമാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് കെണികളെയും ഏത് പരീക്ഷയും ദൈവവചനം കൊണ്ട്, ദൈവത്തിൽ ഉള്ള വിശ്വാസം കൊണ്ട് നമ്മൾ എന്തിനും അതിനെ അതിജീവിക്കണം. അതാണ് ക്രിസ്തു ചെയ്തത്. നമ്മൾ ചെയ്യേണ്ട മാതൃക അതാണ്.
അപ്പോൾ ഈ സാത്താൻ ദൈവത്തെ പരീക്ഷിക്കുവാൻ, അഥവാ കർത്താവ് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ തന്നെ സാത്താന് ഉള്ള ചിന്ത ഈ യേശുവിനെ അതിജീവിക്കണം, യേശുവിനെ വിജയിക്കണം, അവൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ കർത്താവ് യേശുക്രിസ്തു പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ അനാദിയായ ദൈവത്തിൻ്റെ വചനം എടുത്തു കാണിച്ചിട്ട് നീ നിൻ്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതായ വേദഭാഗം ഉദ്ധരിച്ചിട്ടാണ് സാത്താനെ അതിജീവിക്കുന്നത്. ഇന്ന് ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മക്കൾക്കും നമുക്ക് ഒരു പരിചയമായി നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്താൽ നമുക്ക് സാത്താനെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കും. അതിനാൽ മാത്രമേ നമുക്ക് സാത്താനെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നാം സാത്താനെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നിരുന്നാലും നമുക്ക് ചുറ്റും നടക്കുന്നതായ സംഭവ വികാസങ്ങളെ നാം കണക്കിലെടുത്ത് നാം എത്രമാത്രം സാത്താനെ കരുതലോടെ നേരിടണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. തീർച്ചയായിട്ടും നമുക്ക് കഷ്ടതയുണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മളെപ്പോഴും സാത്താനാണ്. പക്ഷേ നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമുക്ക് കാണുന്ന ഒരാളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ സ്വയം പഴിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതി സ്വാഭാവികമാണ്. കാരണം നമ്മളാണല്ലോ പ്രശ്നങ്ങളോട് പ്രതികരിക്കേണ്ടത്. കാരണം ഈ തിന്മയുടെയും നന്മയുടെയും പോരാട്ടത്തെക്കുറിച്ച് ആളുകൾക്ക് അറിവില്ല. അത് നമുക്കറിയാം, കാരണം നമ്മൾ വചനം പഠിക്കുന്നത് കൊണ്ട്. എഫേസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 12-5 വാക്യങ്ങൾ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധികാരത്തോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത് എന്ന് പറയാണ്. അതായത് നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം മറ്റു മനുഷ്യരല്ല, നമുക്ക് അവരോടല്ല പോരാട്ടമുള്ളത്. നമുക്ക് പോരാട്ടമുള്ളത് ആ മനുഷ്യരെ കൂടെ തെറ്റിലേക്ക് നയിക്കുന്ന സാത്താനോടാണ്. നമുക്ക് യഥാർത്ഥത്തിലുള്ള പോരാട്ടം അവരോടാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളുടെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യ സ്നേഹത്തിനും മനുഷ്യബന്ധങ്ങൾക്കും ദൈവസ്നേഹത്തെയും തിരിച്ചറിയാതെ പോവുകയും നമ്മൾ പാപത്തിലേക്ക് വീണ്ടും പതിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് സാത്താനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ സാത്താൻ നമ്മളെ ചെയ്യുന്നത് നമ്മുടെ നിത്യജീവനെ നഷ്ടപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിന് ഈ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളിലുള്ള പ്രതികരണം. ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കറിയുമെങ്കിൽ നമുക്ക് മറ്റു മനുഷ്യരോട് വിദ്വേഷം വയ്ക്കേണ്ട കാര്യമില്ല, നമ്മളോട് തന്നെ പുച്ഛിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കഷ്ടതയെക്കുറിച്ച് നമ്മൾ സ്വയം ശപിക്കേണ്ട കാര്യമില്ല, ഇതെൻ്റെ വിധിയാണെന്ന് പറയേണ്ട കാര്യമില്ല. ഇതൊരു വലിയ പശ്ചാത്തലത്തിൻ്റെ ഭാഗമാണ്. കർത്താവായ യേശുക്രിസ്തു അവിടെ ഉണ്ട്, അവൻ നമുക്ക് മിഖായേലായി തുണ നിൽക്കും എന്നുള്ള വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ ഭയക്കേണ്ട കാര്യം. പാസ്റ്റർ, ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായ ഈ പിശാചിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത്? വേദപുസ്തകത്തിൽ പല ഭാഗത്ത് നമ്മൾ ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് എസെക്കിയേൽ പ്രവചനത്തിലുണ്ട്, നമ്മൾ യെശയ്യായിൽ വായിച്ചു. ഞാൻ ഇപ്പോൾ ഏറ്റവും പ്രസക്തമായി ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പ്. അപ്പോൾ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുകയാണ്. അവൻ്റെ ലക്ഷ്യം എന്താണ്, അവൻ്റെ സ്വഭാവം എന്താണ്? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുക എന്ന് വെച്ചാൽ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്ന ആരും ഈ ഭൂതലത്തിൽ കാണരുത് എന്നതാണ് അവൻ്റെ താല്പര്യം. അങ്ങനെ കാണാതെ വന്നാൽ അവൻ ഈ ഭൂമിയും സ്വർഗവും എല്ലാം പിടിച്ചടക്കാം. അതാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അവന് ദൈവമാകണം. നേരത്തെ നമ്മൾ യെശയ്യായിൽ അത് വായിച്ചു, ദൈവത്തെക്കാൾ ഉന്നതനായി മാറാൻ അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും ഈ മനുഷ്യരെയും തെറ്റിച്ച് കളഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് അവന് 3 ദൂതന്മാരെ പറ്റിക്കാൻ കഴിഞ്ഞു. ഇവിടെയും മനുഷ്യരെ മുഴുവൻ പറ്റിച്ച് ആരും ദൈവഭാഗത്തില്ലെന്ന് വരുത്തി തീർത്താൽ
അവന് സകല ആധിപത്യവും സ്വർഗത്തിലും ഭൂമിയിലുമാകാം, ദൈവത്തെ അവന് തോൽപ്പിക്കാം എന്നാണ് അവൻ്റെ താല്പര്യം. അവൻ്റെ സ്വഭാവം അതാണ്, ദൈവത്തെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. എന്നാൽ അത് ആദ്യം മുതൽ സാത്താൻ്റെ ആഗ്രഹമാണ്. എന്നാൽ അത് സാധിക്കുകയില്ല എന്ന് ക്രൂശിൽ വെച്ച് അതിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. പാസ്റ്റർ ബിനോയ്, ഈ സംഘടനത്തിൽ നമുക്ക് ദൈവത്തോടുകൂടെ എപ്രകാരമായിരിക്കുവാൻ സാധിക്കും? നമ്മൾ ദൈവത്തോട് ഒരു ഭക്തിബന്ധമാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. അതെങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ പകർത്തുന്നതോടുകൂടിയാണ്. ദൈവത്തിൻ്റെ നിയമം അതൊരിക്കലും മാറുന്നതല്ല. അത് ഈ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം തുടരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം സാത്താനാണെന്നും ദൈവമല്ല എന്ന് മനസ്സിലാക്കും. ഇന്ന് സാത്താൻ്റെ തന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഇതാണ്: ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ദൈവമാണ്, അതുകൊണ്ട് നമ്മൾ സ്നേഹിക്കരുത് ദൈവത്തെ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തണം എന്നാണ്. പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ പോലും പറയുന്നത്, ഇന്ന് ഇപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികളുടെയൊക്കെ നിയമങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ദൈവം കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഇൻഷുർ ചെയ്യില്ല എന്നാണ്. അപ്പം എല്ലാ തരത്തിലെയും പ്രശ്നങ്ങളുടെ കാരണം ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടത വരുന്നത്, എന്തുകൊണ്ടാണ് നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നുകളയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം പശ്ചാത്തലം മനസ്സിലാക്കുകയാണെങ്കിൽ അത് ദൈവമല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് ദൈവത്തോട് ശത്രുത ഉണ്ടാകേണ്ട, ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അവൻ്റെ സ്വഭാവവും നീതിയും നമ്മൾ പിന്തുടർന്നാൽ മാത്രം മതിയാകും. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വെളിവാകും തോറും നമുക്ക് ഈ മർമ്മം കൂടുതലായി മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. നമ്മുടെ കേൾവിക്കാർ, പ്രേക്ഷകർ എല്ലാവരും ദൈവത്തോട് കൂറ് കാണിക്കുന്നവരായിരിക്കും. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പാസ്റ്റർ ഡോണി മാത്യു പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പാഠപഠനത്തിൻ്റെ ഭാഗമായി അടിയങ്ങൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ അടിയങ്ങളെ സഹായിച്ചത് കൊണ്ട് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. ചർച്ച നയിച്ച ഭാഷക്കായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത അടിയങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആലോചനകൾ പങ്കുവയ്ക്കുവാൻ സഹായിച്ചല്ലോ. കേൾക്കുന്ന അങ്ങയുടെ മക്കളൊക്കെ അത് ശരിയായ വിധത്തിൽ ഗ്രഹിച്ച് നല്ല തീരുമാനത്തോടുകൂടി അങ്ങയ്ക്ക് മഹത്വം കരുട്ടി ജീവിപ്പാൻ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ പാസ്റ്റർ ഡോണിക്കും പാസ്റ്റർ ബിനോയ്ക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറുന്ന സിംഹം പോലെ നമ്മുടെ ചുറ്റും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്രോസിൻ്റെ ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നത്, പിശാചിനോട് അകന്നിരിക്കുക, ദൈവത്തോട് അടുത്തിരിക്കുക. പിശാച് നമ്മെ വിട്ട് ഓടിപ്പോകും, ദൈവം നമ്മോട് കൂടെയിരിക്കും. ആ നമ്മോട് കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവിൽ ആശ്രയിച്ച് ഈ ലോകത്തിൻ്റെ പരീക്ഷകളെല്ലാം ജയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.